അപ്പീലിന് പോകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ച പശ്ചാത്തലമുണ്ട്. ഒപ്പം സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഇരയ്ക്കൊപ്പമാണെന്നും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ ഇനി നിയമ പോരാട്ടം ഉണ്ടാകും. നേരത്തെ ടോമും ഡാനിയും പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയല്ല. മേൽക്കോടതികളിലേക്ക് നിയമപോരാട്ടം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തെളിവില്ലാത്ത മറ്റൊരു കേസ് കണ്ടിട്ടില്ലെന്നാണ് ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ള പറഞ്ഞത്. 2022 അവസാനിക്കേണ്ട കേസ് പ്രോസിക്യൂഷൻ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും രാമൻപിള്ള പറഞ്ഞു. കോടതി വിധി വന്നതിന് ശേഷം ദിലീപ് രാമൻപിള്ളയെ വീട്ടിലെത്തി കണ്ടു. കാലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയാണ് അദ്ദേഹം. ചെറിയൊരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ അരനൂറ്റാണ്ട് കഴിഞ്ഞ കേസാണ് തുടങ്ങിയിട്ട്. ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം പറഞ്ഞു. ഒരു കള്ളക്കേസ് അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എന്റെ കാലിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അന്നുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. 2022 ഏപ്രിലിൽ അവസാനിക്കേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ അത് പ്രോസിക്യൂഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യഘട്ടം മുതൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. കള്ളത്തെളിവുകൾ, അതായത് തെളിവുകളില്ലാത്ത കള്ളത്തെളിവുകൾ മാത്രം ഹാജരാക്കിയ ഒരു കേസാണ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ വാദം. വിധി അന്തിമമല്ലെന്നും മേൽക്കോടതികളുണ്ടെന്നും മുൻ DGP ബി സന്ധ്യ പ്രതികരിച്ചു. അന്വേഷണ സംഘം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഗൂഢാലോചന തെളിയിക്കൽ വെല്ലുവിളിയായിരുന്നു. അന്തിമ വിധി വരെ ഇരയ്ക്കൊപ്പമുണ്ടാകുമെന്നും ബി സന്ധ്യ പറഞ്ഞു. ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇനിയും അങ്ങനെ തന്നെയാണ്. വിധി പകർപ്പ് വന്ന ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും. മുഖ്യമന്ത്രി ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു. എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു. ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെന്റ് നൽകും. വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല. വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വിധിയുടെ പൂർണ്ണരൂപം വരട്ടെ, അത് ഗവൺമെന്റ് പരിശോധിക്കും. നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടതെന്നും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും. അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് CPIM എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. CPIM ഉറച്ച നിലപാടാണ്. അതിജീവിതക്കൊപ്പമാണ്. ആ നിമിഷം മുതൽ
ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അന്വേഷണ സംഘത്തിൽ ക്രിമിനൽ പോലീസുകാരെന്ന ദിലീപിന്റെ പരാമർശം ഗുരുതരമെന്ന് മുൻ നിയമമന്ത്രി എ കെ ബാലൻ. ബി സന്ധ്യ ക്രിമിനലാണെന്ന അഭിപ്രായം തനിക്കില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയുന്നതിന് ഇപ്പോൾ അടിസ്ഥാനമില്ലെന്നും ഗൂഢാലോചന തെളിയിക്കാൻ മേൽക്കോടതികളുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു. കോടതിയുടെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്തി ആൾക്കാരെ ശിക്ഷിപ്പിക്കുകയും ചെയ്യുന്നത്. കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ ശിക്ഷിച്ചിട്ടുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. കോടതി ഇത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവും. ഞാനത് വിധി ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക പ്രതിക്കാണ് കോടതി. അതിൻ്റെ അർത്ഥം ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല. എന്തായാലും ഇതിൽ നേതൃത്വം കൊടുത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഗൂഢാലോചന തെളിഞ്ഞില്ല. ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാവുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഇനിയും അപ്പലേറ്റ് കോർട്ടുകൾ, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ആ റെമഡിയൽ മെഷേഴ്സൊക്കെ സ്വീകരിക്കാം. അത് അവർ സ്വീകരിക്കേണ്ടത്. അതെപ്പോഴും അതിജീവിതയുടെ കൂടെ തന്നെയാണുള്ളത്. നാളെ ഇതുവരെ നിന്നിട്ടുള്ളത് അതാണ്. ശക്തമായിട്ടുള്ള നിലപാടക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പരാജയമാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസമെന്ന് VD സതീശൻ. ദിലീപിനെ വെറുതെ വിട്ടതിൽ സർക്കാർ അപ്പീൽ പോകുന്നത് സ്വാഭാവികമാണെന്നും ജഡ്ജ്മെന്റ് റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സതീശൻ പറഞ്ഞു. പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ്, അതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ല, തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ. ഈ കേസിൽ അപ്പീൽ പോകുമല്ലോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സർക്കാർ അപ്പീൽ പോകും. കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കും. അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി, അവിടെ വിചാരണയൊന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത്. ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ഫെഫ്ക അംഗങ്ങളെ ഒരു മര്യാദയുമില്ലാതെ പോലീസ് ചോദ്യം ചെയ്ത കേസാണിത്. മലയാള സിനിമയെ പല ചാലുകളിലേക്ക് ഈ കേസ് മാറ്റി. വിധിയിൽ അമിതാഹ്ലാദമോ പ്രതിഷേധമോ ഇല്ലെന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ദിലീപിനെ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ